മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് NASൻ്റെ 5ാമത്തെ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നു. ചാപ്റ്ററിൻ്റെ പേര് ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ധനം, ഫ്യൂച്ചറിലെ ഇന്ധനം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക, ഡു യു നോ of a source of energy that is clean, renewable and totally free? നിങ്ങൾക്കറിയോ, നമ്മുടെ എനർജിയുടെ സോഴ്സ് അത് ക്ലീൻ ആയതും റിന്യൂവബിൾ ആയതും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായതും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതുമായ എനർജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമോ? അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ ഒരു കാര്യമാണ് നമ്മളോട് പരിചയപ്പെടുത്തുന്നത്. എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന പല എനർജീസ് ഉണ്ട്. മെയിനായിട്ടും നമ്മൾ പവർ യൂസ് ചെയ്യുന്നു, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പവർ യൂസ് ചെയ്യുന്നു. ഈ പവർ കിട്ടുന്നത് ഏതിൽ നിന്നാണ്? അത് പല എനർജിയിൽ നിന്നാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി, അത് നമ്മൾ വെള്ളത്തിൻ്റെ എനർജി യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നു, കാറ്റിൻ്റെ എനർജി യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നു, അറ്റോമിക് എനർജി യൂസ് ചെയ്യുന്നു, കോളിൻ്റെ എനർജി അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ കുറേ രീതിയിലൂടെ നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ഏറ്റവും നല്ലതും ക്ലീനായതും എന്നാൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു എനർജിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 1 എന്താണ് പറയുന്നത് നോക്കാം. ദ ബുസ് വേർഡ് ടുഡേ ഈസ് എ ക്ലീൻ എനർജി. ഇന്നത്തെ നമുക്ക് ഇവിടെ പ്രതിപാദിക്കാനുള്ള കാര്യം, ബുസ് വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യം എന്നൊക്കെ പറയാം. ഇറ്റ്സ് എ ക്ലീൻ എനർജി. ക്ലീൻ എനർജിനെ കുറിച്ചാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. സംതിങ് ദാറ്റ് വി ക്യാൻ റീപ്പ് ഫ്രം നേച്ചർ. അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കൊയ്തെടുക്കാൻ പറ്റും. റീപ്പ് ചെയ്യാൻ തന്നെ കൊയ്തെടുക്കുക. അപ്പോൾ എനർജി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ട പവർ സൃഷ്ടിക്കുന്നത് എനർജിയിൽ നിന്നാണ്. കറണ്ട് ഉണ്ടാക്കുന്നത് എനർജിയിൽ നിന്നാണ്. അതിന് നമ്മൾ പല മെത്തേഡുകളും പറഞ്ഞു. അതിൽ ഏറ്റവും നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു എനർജി നമുക്ക് കിട്ടും. അത് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടും. അതെന്താണ്? ആൻഡ് ദി സെർച്ച് ഹാസ് ലെഡ് മാൻ ടു ദി സൺ, ദ വിൻഡ്, ദ ടൈഡ്സ് ഓർ ടൈഡൽ വാട്ടർ ആൻഡ് ഈവൻ ബയോഗ്യാസ്. നമ്മൾ കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്ന പല മെത്തേഡ്സ്, പല എനർജികളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് സോളാറുണ്ട്, സോളാറിൽ നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാമല്ലോ അല്ലേ. ദെൻ വിൻഡ്, കാറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം. ടൈഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം. ദെൻ വാട്ടർ, വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം. ദെൻ ഈവൻ ബയോഗ്യാസ് ആൾസോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എനർജി ഉൽപ്പാദിപ്പിക്കാം. The good news is that we in India have a reason to be proud. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നാച്ചുറൽ റിസോഴ്സും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഭവങ്ങളൊക്കെ, ഇതിനുള്ള സാധ്യതകളൊക്കെ വളരെ പ്രൗഡാണ്, വളരെ അഭിമാനകരമായ രീതിയിൽ തന്നെ ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. അറ്റോമിക് എനർജി ഉണ്ട്, അറ്റോമിക് സയൻറ്റിഫിക്കായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതി. അതുപോലെ തന്നെ സോളാറുണ്ട്. സോളാറൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് നമ്മളതിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പം ഇതൊന്നും ഇനിയിപ്പോൾ പ്രകൃതിയിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി, അതിനും ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നല്ലൊരു എനർജിയാണ് വെള്ളം എന്ന് പറയുന്നത്. നോട്ട് ഓൺലി ഡു വി ഹാവ് ദ വേൾഡ്സ് ഓൺലി മിനിസ്ട്രി ഫോർ റിന്യൂവബിൾ എനർജി sources, but we are also world 5th highest producer of wind energy. നമുക്കിവിടെ റിന്യൂവബിൾ എനർജിക്ക് ഒരു മിനിസ്ട്രിയൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല, ലോകത്തിൽ തന്നെ വിൻഡ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ലോകത്തിൽ തന്നെ 5ാം സ്ഥാനം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ മുൻപന്തിയിലാണ്, വിൻഡ് എനർജിയിൽ നമ്മൾ മുൻപന്തിയിലാണ്. അപ്പോൾ ഇവിടെ വിൻഡ് എനർജിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് എനർജികൾ ധാരാളമുണ്ട്. ഈ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പവർ ഉണ്ടാക്കുക. അതിന് വിൻഡ് എനർജിയുടെ കാര്യത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സ്റ്റാറ്റസ് നമുക്ക് ഇന്ത്യയിൽ ഉണ്ട്. എന്താണ് വിൻഡ് എനർജി?
Wind energy is derived through the process where the wind is used to generate mechanical power or electricity. ഒരു മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വിൻഡ് എനർജി ഉപയോഗിക്കുക, അല്ലെങ്കിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് വിൻഡ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ പല ഗ്രാമങ്ങളിലും വെള്ളത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ചില യന്ത്രങ്ങളുണ്ട്. അതിന് നമ്മൾ കറണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇന്ധനം യൂസ് ചെയ്യുക, പെട്രോളോ ഡീസലോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില മില്ലുകളിലൊക്കെ ഇപ്പോഴും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് കറങ്ങുന്ന പ്രൊപ്പല്ലർ വെച്ചിട്ട് കറക്കുന്ന മെഷീനറികൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കതിനൊക്കെ പറ്റുന്ന സൗകര്യമുള്ള ഒരു നേച്ചർ തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടേത്. ഇവിടെ പറയുന്ന വിൻഡ് എനർജി എന്ന് പറയുന്നത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വിൻഡ് മിൽസാണ്. കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിൻഡ് മിൽസുകൾ സ്ഥാപിക്കാം, എന്നിട്ട് നമുക്ക് കറണ്ടും അതിൽ ഉൽപ്പാദിപ്പിക്കാം. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിൻഡ് ടർബൈൻസ് കൺവേർട്ട് ദി കൈനറ്റിക് എനർജി ഇൻ വിൻഡ് ഇൻ ടു മെക്കാനിക്കൽ പവർ. എങ്ങനെയാണ് ഈ വിൻഡ് മില്ല് വെച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, അത് നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ കുറവാണ്, പുറത്തേക്ക് തമിഴ്നാട് ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഒഴിഞ്ഞ പ്രദേശത്ത് പാടത്ത് ഒക്കെ ഇങ്ങനെ ഒരു കാലിൽ വലിയ ഫാൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ദൂരെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ജസ്റ്റ് അത് ഞാൻ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് വിൻഡ് മില്ല്. ഇതൊക്കെ ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ തമിഴ്നാട് ഭാഗത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ടൂർ പോകുമ്പോഴൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കാണാറുണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഇതേപോലെയുള്ള വിൻഡ് മില്ല് സ്ഥാപിച്ച് വെച്ചിട്ടുള്ളത്. വിൻഡ് മില്ല് എന്ന് പറയുമ്പം വലിയ ബിൽഡിംഗ് ആണെന്നൊന്നും വിചാരിക്കേണ്ട. ജസ്റ്റ് എന്താണ്, ഒരു പോസ്റ്റിൽ ഒരു ഫാൻ, അത് വളരെ ചെറുതൊന്നുമല്ല, നമുക്ക് ഒറ്റ നോട്ടത്തിൽ ദൂരെ നിന്ന് കാണുമ്പോൾ ചെറിയൊരു ഫാനായിട്ടൊക്കെ ആയിരിക്കും തോന്നുക, പക്ഷെ ഇത് വളരെ വലുതാണ്. അതായത് ഇതിൻ്റെ ഒരു ലീഫ് പോലും നമ്മുടെ സാധാരണ ഒരു ലോറിയിൽ ഒതുങ്ങുന്നതല്ല. വലിയ ട്രക്കിലൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ ലീഫ് കൊണ്ടുവരിക. അപ്പോൾ അത് കൊണ്ടുവരാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയും വലിയൊരു ഫാൻ രൂപത്തിലുള്ളൊരു സാധനമാണ് ഈ വിൻഡ് മില്ല് എന്ന് പറയുന്നത്. ഇതിങ്ങനെ മുകളിലേക്ക് നാട്ടി വെച്ചിട്ട് കാറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും, ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ കാറ്റിന് കറങ്ങും. അങ്ങനെ കറങ്ങുമ്പം അതിൽ നിന്ന് എന്ത് ചെയ്യും, ഡൈനാമോ വെച്ചിട്ട് നമ്മൾ പവർ ഉൽപ്പാദിപ്പിക്കും. ആ പവർ ശേഖരിച്ച് വെക്കും, എന്നിട്ട് അത് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് വിൻഡ് മില്ല്. ഈ ഒരു വിൻഡ് മില്ലിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. വിൻഡ് എനർജി ഈസ് ഡിറൈവ്ഡ് ത്രൂ ദി പ്രോസസ് വേർ ദ വിൻഡ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് മെക്കാനിക്കൽ പവർ ഓർ ഇലക്ട്രിസിറ്റി. വിൻഡ് ടർബൈൻസ് കൺവേർട്ട് ദി കൈനറ്റിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ പവർ. വിൻഡ് ടർബൈൻസ് എന്ന് പറയുന്നത് ആ ഫാനാണ്. അത് എന്താണ്, അത് വായുവിനെ എടുത്തിട്ട് കാറ്റിൽ എന്ത് ചെയ്യും, അതിനെ മെക്കാനിക്കൽ പവറാക്കിയിട്ട് മാറ്റും. വിച്ച് ക്യാൻ ബി യൂസ്ഡ് എ സ്പെസിഫിക് ടാസ്ക് സച്ച് ആസ് ഗ്രൈൻഡിങ് ഗ്രെയിൻ ഓർ പമ്പിങ് വാട്ടർ. അപ്പോൾ നമ്മുടെ സാധാ മില്ല് ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടും അതല്ലാതെ ഈ ജലസേചനത്തിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിൻഡ് മില്ലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ജനറേറ്റർ കൺവേർട്ട് ദിസ് മെക്കാനിക്കൽ പവർ ഇൻ ടു ഇലക്ട്രിസിറ്റി. ഇത് ഇലക്ട്രിസിറ്റി ആക്കിയിട്ടും മാറ്റാൻ പറ്റും. അപ്പോൾ ഈ വിൻഡ് പവറിൻ്റെ ശക്തി വെച്ചിട്ട് എന്ത് ചെയ്യാം, മറ്റു പലതും വർക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ കറണ്ട് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. സിൻസ് റെക്കോർഡഡ് ഹിസ്റ്ററി, വിൻഡ് പവർ ഹാസ് ബീൻ യൂസ്ഡ് ടു മൂവ് ഷിപ്സ്, ഗ്രൈൻഡ് ഗ്രെയിൻ ആൻഡ് പമ്പ് വാട്ടർ. അപ്പം ഈ വിൻഡ് മില്ലുകൾ യൂസ് ചെയ്തിട്ട് ചരിത്രാതീതമായിട്ട് തന്നെ നമുക്കിതിനെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. വിൻഡ് പവർ ഷിപ്പിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ധാന്യങ്ങളൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിൻഡ് മില്ല് പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. There is an evidence that wind energy was used to propel boats along the Nile as early as 5000 BC. BC 5000-ൽ തന്നെ, BC 5000 എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രിസ്റ്റ് ആണ്. ക്രിസ്തു വരുന്നതിന് 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഷിപ്പ് ഉപയോഗിച്ചിരുന്നുവെന്നും ആ ഷിപ്പിൽ എനർജി ആയിട്ട് യൂസ് ചെയ്തിരുന്നത് ഇതേപോലെയുള്ള വിൻഡ് മില്ല് പോലെയുള്ള ഡിവൈസ് ആയിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പം വിൻഡ് മില്ല് എന്താണ് എന്നതിനെക്കുറിച്ചൊരു ചെറിയ ഐഡിയ ആണ് ഒന്നാമത്തെ സെക്ഷനിൽ നമുക്ക് തരുന്നത്. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പിന്നീട് നോക്കാം. നമുക്ക് രണ്ടാമത്തെ സെഷനിലേക്ക് പോകാം.
രണ്ടാമത്തെ സെഷൻ നിങ്ങളോടൊരു ചോദ്യം തന്നെയാണ്. വാട്ട് ഹാസ് ബീൻ ദ ഹിസ്റ്ററി ഓഫ് മാൻസ് യൂസ്ഡ് വിൻഡ് എനർജി? വാർ ആൻഡ് ഹൗ ഈസ് വിൻഡ് എനർജി യൂസ്ഡ് ഇൻ ഇന്ത്യ? മനുഷ്യന്മാർ എപ്പോഴാണ് വിൻഡ് എനർജി ഉപയോഗിച്ച് തുടങ്ങിയത്? അതുപോലെ തന്നെ ഇന്ത്യയിൽ എവിടെയാണ് വിൻഡ് എനർജി ഉപയോഗിക്കുന്നത്? വാർ ആൻഡ് ഹൗ, എവിടെയാണ്, എങ്ങനെയാണ് വിൻഡ് മില്ല് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഒരു ചരിത്രപരമായ ഒരു അന്വേഷണം നമുക്ക് നടത്തുമ്പോൾ, ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മില്യൺസ് ഓഫ് വിൻഡ് മിൽ വർ എറക്റ്റഡ് ആസ് അമേരിക്കൻ വെസ്റ്റ് വാസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദി ലേറ്റ് 19th സെഞ്ച്വറി. 19ാം നൂറ്റാണ്ടിൽ തന്നെ അമേരിക്കയിൽ ധാരാളം വിൻഡ് മില്ലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദം വർ യൂസ്ഡ്, ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത് ടു പമ്പ് വാട്ടർ ആൻഡ് ഫാം ആൻഡ് റാഞ്ചസ്. ഫാമിലും റാഞ്ചസ് എന്ന് പറഞ്ഞാലും ഫാം തന്നെയാണ് കേട്ടോ, കൃഷി സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അവിടെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം യൂസ് ചെയ്തിരുന്നത്. ബൈ 1910 വിൻഡ് ടർബൈൻ ജനറേറ്റർ വേർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ഇൻ മെനി യൂറോപ്യൻ കൺട്രീസ്. പിന്നീട് അതിന് ശേഷം 1910 കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്ക് പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, യൂറോപ്യൻ കൺട്രീസിലെ പല സ്ഥലങ്ങളിലും വിൻഡ് ടർബൈൻ ഉപയോഗിച്ച് തുടങ്ങി. ആൻഡ് വൈൽ ടുഡേ one associates windmill with Netherlands where they used pumping water. In Denmark that wind is an effective source of energy. നെതർലാൻഡിലും അതുപോലെ തന്നെ ഡെൻമാർക്കിലും ഒക്കെ എവിടെയൊക്കെ നമ്മൾ കാർഷികമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ കാർഷിക രാജ്യങ്ങൾ തന്നെയാണ് ഡെൻമാർക്ക് ആയാലും നെതർലാൻഡ് ആയാലും. ഈ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വിൻഡ് മില്ലിനെയാണ് ആശ്രയിച്ചിരുന്നത്. Then close to home, Tamil Nadu was among the first India's give a Philip to wind energy over 10 years ago and the countries to be a leader. ഇന്ത്യയിലേക്ക് വരുമ്പോൾ തമിഴ്നാടാണ് ആദ്യമായിട്ട് ഈ വിൻഡ് മില്ല് സ്ഥാപിക്കുന്നതും 10 വർഷമായിട്ട് തമിഴ്നാട് തന്നെയാണ് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നതും. Nearly half of India's nearly 2000 megawatts of installed capacity from wind energy come from Tamil Nadu. തമിഴ്നാട് 2000 മെഗാവാട്ട് എനർജി അല്ലെങ്കിൽ പവർ അവർ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അത്രയ്ക്ക് അങ്ങോട്ട് കാണാനൊന്നുമില്ല, കുറവാണ്. തമിഴ്നാട്ടിലാണ്, ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്ടിലാണ് കൂടുതലും ഇത്തരത്തിലുള്ള വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അവരതിൽ നിന്ന് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. വിൻഡ് ടർബൈൻസ് ഹാവ് ബീൻ ഡെക്കറേറ്റിംഗ് അവർ ലാൻഡ്സ്കേപ്പ് നിയർ മധുരൈ ആൻഡ് ബിയോണ്ട്. ഇത് ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ളതൊക്കെ കാണാൻ വളരെ മനോഹരമായിരിക്കും. അതായത് ഇങ്ങനെ നിരത്തി ഒരു ലൈനായിട്ടായിരിക്കും ഇതിങ്ങനെ വെച്ചിട്ടുണ്ടാവുക. അത് കാണാൻ തന്നെ നല്ല രസമായിരിക്കും. പല സീനറികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. In Chennai, the center of wind energy technology, in Chennai at the center of wind energy technology, research is done to check the various wind sites where wind energy can be tapped. അപ്പോൾ ഈ വിൻഡ് മില്ല് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ അതിൽ പവർ ജനറേറ്റ് ചെയ്യുമൊന്നുമില്ല, എല്ലായിടത്തും കാറ്റുണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്കറിയാലോ, ചില ഏരിയയിൽ മാത്രമായിരിക്കും എപ്പോഴും കാറ്റ് ലഭിക്കുന്ന സ്ഥലം. അങ്ങനെ കാറ്റ് കിട്ടാവുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യുക, വിൻഡ് മില്ലുകൾ സ്ഥാപിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്താറുണ്ട്, എവിടെയാണിത് സ്ഥാപിക്കാൻ പറ്റുക എന്നൊക്കെ. And the wind turbines of various size are checked and see if they are delivering what they promised to. അപ്പോൾ ഓരോ ഏരിയയും പ്രത്യേകം ഗവേഷണം ചെയ്ത് മനസ്സിലാക്കി അവിടേക്ക് ആവശ്യമായ രീതിയിലുള്ള വലിപ്പത്തിലുള്ള ടർബൈനുകൾ, അതായത് ഈ ഫാനുകളാണ് അതിനെ ക്രമീകരിക്കുക. വിൻഡ് എനർജി ഈസ് ആൾസോ അബണ്ടൻറ്റ് ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ ഫ്രം ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, കേരള ടു ദി ഹൈലി റീജിയൻ ഇൻ മഹാരാഷ്ട്ര. ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും വിൻഡ് മില്ല് സ്ഥാപിക്കാൻ അത്ര അനുയോജ്യമായ സ്ഥലങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. അതാണ് രണ്ടാമത്തെ സെഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്ഷൻ 3ലേക്ക് നമ്മൾ വരുമ്പം അതിൻ്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. സെക്ഷൻ 3 ചാപ്റ്റർ നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. കുറച്ച് വേർഡ്സൊക്കെ മനസ്സിലാക്കുക.
സെക്ഷൻ 3-ൽ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: ഈസ് വിൻഡ് എനർജി പോപ്പുലർലി യൂസ്ഡ്? ഈ വിൻഡ് എനർജി പോപ്പുലർലി യൂസ്ഡ് ആണോ? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡസ് ഇറ്റ് ഹാവ് എനി ഡ്രോബാക്സ്? അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് നോക്കുക. ഇൻ ദി വെസ്റ്റ്, സർവേ ഹാസ് കൺസിസ്റ്റൻ്റ്ലി ഷോൺ that public prefers wind and other renewable energy form over conventional source of generation. വെസ്റ്റിൽ പൊതുവെ ആൾക്കാർ ഇത്തരത്തിലുള്ള പവർ ജനറേഷനാണ് സ്വീകരിക്കുന്നത്. വിൻഡ് എനർജി ഈസ് ഫ്രീ, അത് ഫ്രീ ആണ് അല്ലേ, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നൊരു സാധനമാണ്, അതിന് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ റിന്യൂവബിൾ റിസോഴ്സ്, അത് റിന്യൂവബിൾ ആണ്. നമ്മൾ വെള്ളമാണെങ്കിലും നമുക്ക് ഫ്രീ തന്നെയാണ്, പക്ഷേ അത് എന്താ പറയുക, ഉപയോഗിക്കുന്നതിനും അത് തടഞ്ഞു നിർത്തുന്നതിനൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും വേണ്ട. അല്ലെങ്കിൽ നമുക്ക് പെട്രോൾ ഉപയോഗിച്ചിട്ടും കറണ്ട് ഉൽപ്പാദിപ്പിക്കാം അല്ലെ, ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിട്ട് അല്ലെ. വിദേശ രാജ്യങ്ങളിലൊക്കെ, അറബ് രാജ്യങ്ങളിലൊക്കെ പെട്രോൾ ധാരാളമുള്ള രാജ്യങ്ങളിലൊക്കെ പവർ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, അത് റിന്യൂവബിൾ അല്ല. പെട്രോൾ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ അത് മെഷീനിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് കിട്ടുന്നില്ല അല്ലേ. എന്നാൽ വിൻഡ് അങ്ങനെയല്ല, വിൻഡ് ഉപയോഗിച്ചിട്ട് നമ്മളത് തീർക്കുന്നില്ല, വിൻഡ് അങ്ങനെ വന്നും പോയി കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊരു റിന്യൂവബിൾ എനർജി ആണെന്ന് പറയാം. വിൻഡ് എനർജി ഈസ് ഫ്രീ, റിന്യൂവബിൾ റിസോഴ്സ്. സോ നോ മാറ്റർ ഹൗ മച്ച് ഈസ് യൂസ്ഡ് ടുഡേ, ദർ വിൽ സ്റ്റിൽ ബി സെയിം സപ്ലൈ ഇൻ ദി ഫ്യൂച്ചർ. അത് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ പെട്രോളിയം ധാരാളം ഉണ്ട്, നമ്മളത് ധാരാളം ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അത് തീരാതിരിക്കില്ല. പെട്രോളിൻ്റെ ഉറവിടം ഭൂമിക്കടിയിൽ നിന്നാണ്, അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കാലത്തേക്ക് ഇനി ഉണ്ടാവുള്ളൂ അത്. അപ്പോൾ അതേപോലെ ഒരു ഇഷ്യൂ ഇവിടെ വരില്ല. വിൻഡ് എനർജി ആൾസോ സോഴ്സ് ഓഫ് ക്ലീൻ, അത് വളരെ ക്ലീൻ ആയിരിക്കും. നോൺ പൊള്യൂട്ടിങ് ഇലക്ട്രിസിറ്റി, അതായത് പ്രകൃതിയെ ദ്രോഹിക്കാതെ, പൊള്യൂട്ട് ചെയ്യാതെ, മലിനപ്പെടുത്താതെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിക്കും. അൺലൈക്ക് കൺവെൻഷണൽ പവർ പ്ലാന്റ്സ്, വിൻഡ് പ്ലാന്റ്സ് എമിറ്റ് നോ എയർ പൊല്യൂഷൻ ഓർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. നമ്മളെവിടെയെങ്കിലും ഒരു വിൻഡ് മില്ല് വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒരു പൊല്യൂഷനും ഉണ്ടാക്കുന്നില്ല, അതൊരു ഗ്യാസും പുറത്തേക്ക് വിടുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ജനറേറ്റർ പെട്രോൾ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചാൽ അവിടെ അത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയാണ്. പെട്രോൾ കത്തിച്ചിട്ട് പെട്രോൾ കത്തി കാർബൺ ഡൈ ഓക്സൈഡ് ആക്കിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അത് നമ്മുടെ അന്തരീക്ഷത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള രൂപത്തിലുള്ള പവർ ജനറേറ്റിംഗ് സിസ്റ്റം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പ്രകൃതിക്ക് മലിനമായ ഒന്നും നൽകുന്നില്ല, മലിനപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല, മലിനപ്പെടുത്തുന്നില്ല എന്ന് പറയാം. In 1990, California wind power plant offset emission of more than 2.5 billion pounds of carbon dioxide and 15 million pounds of the pollutant that would have otherwise has been produced. It would take the forest of 90 million to 175 million to trees provide same air quality. അപ്പോൾ 1990-ൽ കാലിഫോർണിയയിൽ ഇതേപോലെയുള്ള ഈ പവർ മില്ല് ഉപയോഗിച്ചത് കൊണ്ട്, വിൻഡ് മില്ല് പവർ മില്ലല്ല, വിൻഡ് മിൽസ് യൂസ് ചെയ്തത് കൊണ്ട് അവർക്ക് 2.5 ബില്യൺ പൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉപയോഗം, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ചെയ്യുന്നത് കുറക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ്, ആൻഡ് 15 million pound of other pollutant that would have otherwise been produced. മറ്റുള്ള വിഷവാതകങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ എന്താ പറയുക, അന്തരീക്ഷത്തിലേക്ക് വന്നിരുന്നത് തടയാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് സാധിച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാറുണ്ട്. അപ്പം വിൻഡ്മില്ലിൻ്റെ ഒരു ഗുണമാണ് അവിടെ പറഞ്ഞത്. മറ്റൊരു കാര്യം അടുത്ത പാരഗ്രാഫിൽ, സം ഹാവ് വോയിസ്ഡ് കൺസേൺ ഓവർ ദ നോയ്സ് പ്രൊഡ്യൂസ്ഡ് മോട്ടോർ പ്ലേ. നേരത്തെ പറഞ്ഞത് അഡ്വാൻറ്റേജ് ആണ്, ഇനി പറയുന്നത് ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ബ്ലേഡ്സ്, അതായത് ആ ഫാനിൻ്റെ ലീഫ്സ്, അത് ഭയങ്കര ശബ്ദം പുറപ്പെടുവിക്കും എന്നുള്ളതാണ്. അതായത് കാറ്റിന് ഒരു മെഷീൻ ഇങ്ങനെ കറങ്ങുമ്പം അതിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ശബ്ദം എന്തായാലും ഉണ്ടാവും.
അത് വലിയൊരു ഡിവൈസ് ആയതുകൊണ്ട് അതിൻ്റെ ശബ്ദം വളരെ എന്താ പറയുക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാകാം ആളുകൾക്ക്. പിന്നെ ആസ്തെറ്റിക് ഇമ്പാക്റ്റ് ആൻഡ് ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് ദാറ്റ് ഫ്ലൈ ഇൻ ടു ദി റോട്ടോസ്. പലപ്പോഴും ഇത് പക്ഷികളുടെ പറക്കലിനെയും ഇത് ബാധിക്കാറുണ്ട്. പക്ഷികൾ ഇതിൻ്റെ ഫാന് തട്ടിയിട്ട് ചിലപ്പം അതിൻ്റെ ജീവൻ നഷ്ടപ്പെടാനൊക്കെ കാരണമാവാറുണ്ട്. മോസ്റ്റ് ഓഫ് ദിസ് പ്രോബ്ലം ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. Wind farms are located in remote areas and problems have already been solved through the technological development. എന്നാൽ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ശല്യം ഉണ്ടാകുന്ന രൂപത്തിൽ ജനവാസ മേഖലയിലൊന്നും എന്തില്ല, വിൻഡ് മില്ലില്ല, ദൂരെ കൊണ്ടുപോയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ പുതിയ ടെക്നോളജിയൊക്കെ വന്നിട്ട് അതിൻ്റെ ശബ്ദം ഒക്കെ കുറക്കാനും സാധിച്ചിട്ടുണ്ട്. Then the major challenges used to wind resource powers is that the intermittent and it does not always blow when electricity is needed. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പവർ വേണ്ട സമയത്തൊക്കെ ഇൻ്റർമിറ്റഡായി, അതായത് തുടർച്ചയായിട്ട് തടസ്സമില്ലാതെ പവർ തരാൻ ഈ സാധനത്തിന് സാധിക്കില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതായത് കാറ്റുള്ള സമയത്തായിരിക്കും ഇത് കറങ്ങുക, എല്ലാ സമയത്തും ഒരേ രീതിയിൽ കാറ്റുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് തുടർച്ചയായിട്ടുള്ള ഒരു പവർ സപ്ലൈ ഒന്നും ഇത് തരുന്നില്ല, അതും ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. The fact remains the wind is a fastest growing source of electricity generation in the world and who knows might have a lucrative career for many. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇതിൻ്റെ ക്വസ്റ്റൻ ആൻസറും അതുപോലെ തന്നെ ഗ്രാമർ പോർഷനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് ഡിസ്കസ് ചെയ്യും, ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും ഈ ചാപ്റ്റർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, അതിൽ പറയാനുള്ള കുറച്ച് വേർഡ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.